ഒരു ഭരണ തുടർച്ച എന്തുകൊണ്ടാണ് ജനം കൊടുക്കുന്നത്? ജനം ആ സംവിധാനം ഇഷ്ടപ്പെടുന്നു എന്നുള്ളതുകൊണ്ടാണ്. പാർട്ടി കൂടുതൽ ജനസാമാന്യങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ മുതലാളിത്തത്തെ ഒക്കെ പുണരേണ്ടി വരും. നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. നമസ്കാരം. കാഴ്ചപ്പാട് മുഖാമുഖം പരിപാടിയിലേക്ക് സ്വാഗതം. ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് സമൂഹത്തിൻ്റെ വിവിധ തട്ടിലുള്ളവരുടെ കാഴ്ചപ്പാട് അവതരിപ്പിക്കുകയാണ് ഈ പരിപാടിയിലൂടെ. പ്രശസ്ത പൊളിറ്റിക്കൽ കാർട്ടൂണിസ്റ്റ് പ്രസന്നൻ ആനിക്കാട് സമകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് തൻ്റെ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുന്നു ഇവിടെ. ലോകമെങ്ങും ഇടതുപക്ഷം തിരിച്ചടികൾ നേരിടുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. വലതുപക്ഷ രാഷ്ട്രീയവും തീവ്ര വലതുപക്ഷവും മേൽക്കൈ നേടുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ നടക്കുന്ന ഈ തിരഞ്ഞെടുപ്പ് 2 തവണ തുടർച്ചയായി ഇടതുപക്ഷം എന്ന ലേബലിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, CPIM നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലിരുന്നതിന് ശേഷം വരുന്ന ഒരു തിരഞ്ഞെടുപ്പുമാണ്. ഈ സാഹചര്യത്തിൽ ഈ തിരഞ്ഞെടുപ്പിൻ്റെ പ്രസക്തിയെ ഒരു പൊളിറ്റിക്കൽ കാർട്ടൂണിസ്റ്റ് എന്നുള്ള നിലയിൽ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ ഈ നമ്മൾ സംസാരിച്ച തുടങ്ങിയ ഈ പ്രാരംഭത്തിൽ തന്നെ പറഞ്ഞതുപോലെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഭരണ തുടർച്ചയ്ക്ക് ശേഷം ആ ഭരണ തുടർച്ചയ്ക്ക് വീണ്ടും ഒരു തുടർച്ച ഉണ്ടാവണം എന്ന ആഗ്രഹത്തിൽ ഇടതുപക്ഷം ഈ ഇലക്ഷൻ നേരിടുകയും എന്ത് വില കൊടുത്തും അതുണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്ന UDF അല്ലെങ്കിൽ BJP. അപ്പോൾ എനിക്ക് സത്യത്തിൽ ഈ വളരെ പ്രശസ്തമായ സച്ചിയുടെ അയ്യപ്പനും കോശി സിനിമയിൽ കൊല്ലാൻ അയാളും ചാവാതിരിക്കാൻ ഞാനും എന്ന് പറയുന്ന ഒരു സ്ലോഗനുണ്ട്. അതാണ് ഇന്നിപ്പോൾ ഈ ഇലക്ഷൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് നോക്കുമ്പം എന്ത് വില കൊടുത്തൊരു ജീവൻ മരണ പോരാട്ടമാണ് നടക്കുന്നത്. അവിടെ കേരളത്തെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പം ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇത്രയും രാഷ്ട്രീയ പ്രബുദ്ധമായ ഒരിടം, ഈ തർക്കവും വഴക്കും അല്ലെങ്കിൽ നിയമസഭാ വേദികളിലെ ആരോപണ പ്രത്യാരോപണം അല്ലെങ്കിൽ മീഡിയയുടെ മുമ്പിൽ ഒക്കെ ഉണ്ടെങ്കിലും കേരളം പോലെ ഒരു ഇടത്ത് ഈ രാഷ്ട്രീയം എന്നത് ഒരു ജീവിത ശൈലിയാക്കി വളരെ സാംസ്കാരികമായ ഒരു പ്രബുദ്ധതയുടെ അടയാളമായി കാണുന്ന, അത് നേതാക്കൾ മാത്രമല്ല ജനങ്ങളും അങ്ങനെ തന്നെ. അതാണ് കൃത്യമായിട്ട് ഇലക്ഷനിൽ അവർ, കാരണം ഇലക്ഷൻ വരാൻ കാത്തിരിക്കുന്ന, വോട്ട് ചെയ്യാൻ കാത്തിരിക്കുന്ന ഒരു ജനതയായിട്ട് വേണം നമുക്ക് കേരളീയരെ കാണാം. കാരണം അവർക്കതൊരു ഈ ജനാധിപത്യ ബോധത്തിൻ്റെ ഒരു വോട്ട് ചെയ്യുക എന്ന് പറയുന്ന അതൊരാചാരം എന്ന് പറയുന്ന രീതിയിൽ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഇലക്ഷനും ആര് ജയിക്കുന്നു ആര് തോൽക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്കത് മാറ്റി നിർത്താം. കാരണം അത് ജനത്തിന് ഇപ്പോൾ പലപ്പോഴും സർവേകളിലൊക്കെ ഇങ്ങനെ ചാനലുകളിലെല്ലാം അത് സത്യത്തിൽ അവരെ കളിയാക്കുന്നതിന് വലിയതായിട്ട് വരും. പക്ഷെ അതും വേണം, അങ്ങനെയാണല്ലോ നമ്മുടെ ഈ പ്രബുദ്ധതയുടെ ഒരു അടയാളമാണ് ചാനലുകൾ നടത്തുന്ന സർവേ. ഓക്കെ, ആ സർവേ ഒക്കെ നടക്കുമ്പോഴും ജനത്തിന് അവരിപ്പോഴേ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഈ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ ഇലക്ഷൻ്റെ ഒരു തുടക്കത്തിൽ പ്രളയവും വെള്ളപ്പൊക്കവും ഒക്കെ അതിനുശേഷം കോവിഡും ഒക്കെ വന്ന ഘട്ടത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ അവസാന നിമിഷം ഇനിയും ഒരു വെള്ളപ്പൊക്കവും പ്രകൃതി അതെപ്പം വേണേലും തിരിയാം എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ ഈ ആ ബ്രിമ്മിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിച്ച ഇപ്പം ഒരു വലിയ ദേശീയ നേതാവിൻ്റെ ഒരു മരണം പോലും പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ ജനത്തെ ഒരു പരിധിവരെ സ്വാധീനിക്കില്ലെന്നല്ല, പക്ഷേ എങ്കിലും ജനം ഒന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനത്തിന് ചെറിയ മാറ്റം അത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മറ്റേ അവരുടെ അടുത്ത് ആ തീരുമാനങ്ങൾ എന്ന് പറയുന്നത് അത് ആ രാഷ്ട്രീയ പ്രബുദ്ധതയുടെ ഒരു അടയാളമാണ്. അത് എന്നും നിലനിൽക്കണം. അങ്ങനെ നിലനിൽക്കുമ്പോഴാണ് കേരളം ജനാധിപത്യത്തിൻ്റെ വലിയ വളക്കൂറുള്ള ഒരു മണ്ണായി മാറുന്നത്. ഈ ഇലക്ഷനിലും അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു പ്രത്യേകിച്ചൊരു വിമർശനത്തിൻ്റെ അല്ലെ ആക്ഷേപഹാസ്യത്തിൻ്റെയും സറ്റയറിൻ്റെയും പക്ഷത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു കാർട്ടൂണിസ്റ്റ് എന്നുള്ള നിലയിൽ, ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ അങ്ങനെ നോക്കി കാണാനാണ് എനിക്ക് താല്പര്യം. ഈ രാഷ്ട്രീയം ജീവവായു പോലെയാണ്
മലയാളികൾക്കെന്നാണ് അങ്ങിപ്പോൾ പറഞ്ഞതിൻ്റെ ഒരു സാരം. തീർച്ചയായും വോട്ടെടുപ്പ് എന്ന് പറയുന്ന അതിൻ്റെ ഒരു എക്സ്പ്രഷനുമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അതിൻ്റെ ഏറ്റവും അത് വളരെ ആത്മാർത്ഥതയോടുകൂടി ആർജവത്തോടുകൂടിയും നമ്മുടെ വോട്ടവകാശം വിനിയോഗിക്കുന്ന ആൾക്കാരുമാണ് മലയാളികൾ. ആ അർത്ഥത്തിൽ ജനാധിപത്യത്തിന് വലിയ പ്രതീക്ഷയും പ്രസക്തിയുമുള്ള ഒരു സ്ഥലമാണ് കേരളം. ആ ഒരു സാഹചര്യത്തിലായിരുന്നു ഈ ആദ്യ തെരഞ്ഞെടുപ്പ് മുതൽ തന്നെ ഏകദേശം ഇങ്ങോട്ട് മാറി പിന്നെ പ്രതിപക്ഷം പിന്നീട് ഭരണപക്ഷം പ്രതിപക്ഷവുമാകുന്ന ഒരു രീതി. ഈ മുന്നണി രാഷ്ട്രീയം വരുന്നതിന് മുമ്പും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇരു ശക്തികൾ തുല്യമുള്ള ഇരു ശക്തികൾ. അതിന് ആദ്യമായി മാറ്റം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഭരണ തുടർച്ച ഉണ്ടായി. അതിന് പലപ്പോഴും രാഷ്ട്രീയേതരമായ ചില കാരണങ്ങളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ തന്നെ കോവിഡും പ്രളയവും നിപ്പായും അതുപോലുള്ള പ്രകൃതിക്ഷോഭങ്ങളും ഒക്കെ വന്നതിൻ്റെ ഫലമായിട്ട് ജനങ്ങൾ ആ ഒരു തരത്തിൽ ഒരു ഭരണമാറ്റത്തിനുള്ള മാനസികമായ ഒരു തയ്യാറെടുപ്പിലായിരുന്നില്ല ആ ഒരു ഇത് പറയുന്നു. അപ്പോൾ അതേസമയം കേരളത്തിൽ നിലവിലുള്ള ഭരണപക്ഷം ഒരു ഭരണ തുടർച്ച ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇതിൽ ഏതാണ് രാഷ്ട്രീയമായി പൂർണ്ണമായി ശരിയെന്നും നമുക്ക് ശരി തെറ്റ് എന്നൊന്നും പറയാൻ കഴിയില്ല. ആപേക്ഷികമായി ഇതിലേതാണ് ശരിയായ ഒരു കാഴ്ചപ്പാട്? അതിനെ നമുക്കങ്ങനെ പൂർണ്ണമായിട്ട് ഇന്നത് ശരി ഇന്നത് തെറ്റെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ എൻ്റെ ഒരു തോന്നൽ അങ്ങനെയാണ്. കാരണം ഒരു ഭരണ തുടർച്ച എന്തുകൊണ്ടാണ് ജനം കൊടുക്കുന്നത്? ജനം ആ സംവിധാനം ഇഷ്ടപ്പെടുന്നു എന്നുള്ളതുകൊണ്ടാണ്. അല്ലാതെ ഇതൊരു മാജിക്ക് കാണിച്ചെന്ന്, പ്രത്യേകിച്ച് ഞാൻ ആദ്യത്തിൽ പറഞ്ഞ പോലെ കേരളത്തിലെ ജനങ്ങളെ ഒന്നും ഒരു മാജിക്ക് കാണിച്ച് അവരുടെ ബ്രെയിൻ വാഷ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം നമുക്ക് കിറ്റ് കൊടുത്തതിൻ്റെ പേരിലാണ് എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങളെ കളിയാക്കുന്നതിന് തുല്യമാണ്. അവർ കിറ്റ് മേടിച്ചു, പക്ഷെ കിറ്റ് മേടിക്കുമ്പോഴും ഇതിന് അർഹതയുണ്ടോ എന്ന് 4 വട്ടം അവർ ചിന്തിക്കും. അപ്പോൾ അവർ ഈ ആക്കത്തൂക്കങ്ങളുണ്ടല്ലോ, നമ്മുടെ ഈ ത്രാസിലിട്ട് അവർ തൂക്കുമ്പം ഒരു പണമിട തൂക്കത്തിനെങ്കിലും അപ്പുറേ ഒരു മാൻഡേറ്റ് കൂടുതൽ കൊടുക്കാൻ അവരുടെ മനസ്സ് തയ്യാറാവുന്നതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു മുന്നണി തുടർന്ന് ജയിക്കുന്നത്. ഒരു ടൈം കഴിഞ്ഞതിന് ശേഷം അവർക്കൊരു ഓവർ കിട്ടുന്നുണ്ടെങ്കിൽ ജനം അവരെ വിശ്വസിക്കുന്നതുകൊണ്ടാണ്. അപ്പം അവിടെ ചിന്തിക്കേണ്ടത് മറുപക്ഷത്തുള്ളവർ എന്ത് സൂത്രവാക്യമാണ് ഇവർ അപ്ലൈ ചെയ്തതെന്ന് ചിന്തിക്കാൻ 4 വട്ടം ചിന്തിക്കാനുള്ള ഒരു അവസരമാണ് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ സൃഷ്ടിക്കുന്നത് എന്ന് വേണം തിരിച്ചറിയേണ്ടത്. അപ്പോൾ അത് ഒരു കൺകെട്ട് വിദ്യ ഒന്നും അപ്ലൈ ചെയ്ത് ഒരിക്കലും, കാരണം ഇവിടുത്തെ ഇടതുപക്ഷമാണേലും വലതുപക്ഷമാണേലും വളരെ നല്ല രീതിയിൽ രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ വരുമ്പോഴത്തേനും ഈ ഒന്നാം സ്ഥാനം, ഗാന്ധിജി പണ്ട് പറഞ്ഞ പോലെ ഒരു ഓട്ട മത്സരത്തിൽ എല്ലാവർക്കും ഒന്നാം സ്ഥാനത്ത് എത്താൻ പറ്റുകയില്ല, തോറ്റു കൊടുക്കാനൂടെ ആളുമാണ്. അപ്പോൾ ഈ തോറ്റു കൊടുക്കാൻ ഞങ്ങൾ തോറ്റു കൊടുക്കണോ എന്ന് അവർ ചിന്തിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവരുടെ ആ ചിന്തയ്ക്ക് അപ്പുറത്തോട്ട് ഏതെങ്കിലും ഒരു സപ്ലിമെൻ്റ് ചെയ്യപ്പെടാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു കാഴ്ചപ്പാട് ജനത്തിനുള്ളതുകൊണ്ടാണ് ഭരണ തുടർച്ച വരുന്നത്. ആ തുടർച്ച നല്ലതാണോ ചീത്തയാണോ എന്ന് ചോദിച്ചാൽ ചില ആസ്പെക്റ്റിൽ തുടർച്ച നല്ലത് തന്നെയാണ്. എന്നാൽ ചില അവിടെ ചിന്തിക്കുമ്പോഴത്തേനും അവർക്ക് അഹങ്കാരം ഉണ്ടാകുന്ന ഈ അടുത്ത കാലത്ത് ആരോ പറഞ്ഞു, എനിക്ക് തോന്നുന്നു കാരശ്ശേരി മാഷാണ്, ഒരു സംവിധാനത്തിന് ഭരണ തുടർച്ച ഉണ്ടായാൽ അവർക്ക് അഹങ്കാരം ഉണ്ടാവും. അപ്പോൾ ഇന്ന് രസകരമായൊരു സംഗതി, സഞ്ജു സാംസൺ സെഞ്ചുറി ഇനി അടിക്കാൻ പാടില്ല കാരണം അയാൾക്ക് അഹങ്കാരം ഉണ്ടാവും എന്ന് പറയുന്ന ഒരു കാർട്ടൂണിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ചിന്തിക്കാവുന്ന ഒരു കമൻ്റുണ്ട്. ഒരിക്കലും നമ്മൾ അഹങ്കാരം എന്ന് പറയുന്ന ഒരു സംഭവത്തിൻ്റെ പേരിൽ ഒരു തുടർച്ച കൊടുക്കരുതെന്ന് പറയുന്നത് ശരിയല്ല. അതിന് അവർ ഡിസേർവിങ് ആകുന്നതുകൊണ്ട് മാത്രമാണ് ആ സംവിധാനം തുടരുന്നത്. അങ്ങനെ ചിന്തിക്കാനാണ് എനിക്ക് താല്പര്യം. അതുപോലെ തന്നെ ഈ ലോക സാഹചര്യം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ജനാധിപത്യം വലിയ ഭീഷണി നേരിടുന്നതായിട്ടാണ് പല ആശങ്കകളും. അതിന് ഇപ്പോൾ തന്നെ സവിശേഷമായ ഒരു ലോക സാഹചര്യത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇസ്രായേലും US കൂട്ടുകെട്ട് ഇറാനെതിരെ ആക്രമണം, ഏതാണ്ട് ഏകപക്ഷീയമെന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരാക്രമണം നടക്കുന്നു. അതിന് എതിരെ നേരത്തെ മുമ്പും ഇത്തരം ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നെങ്കിലും അതിനെ അപലപിക്കാൻ ഒരു വളരെ ശക്തമായ ഒരു പക്ഷം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു എതിർ ശബ്ദം പോലും അധികം ഉയരുന്നില്ലാത്ത ഒരു സാഹചര്യം ലോകമാകെ നിലനിൽക്കുന്നുണ്ട്. അതൊരു
വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു മേൽക്കൈയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഈ രാഷ്ട്രീയത്തെ ഇടതുപക്ഷം വലതുപക്ഷം എന്ന് തിരിക്കുമ്പോൾ ഒന്ന് ഒരു യാഥാസ്ഥിതിക പക്ഷമെന്നും മറ്റേത് കുറച്ചുകൂടി ദരിദ്രരും ദുർബലരും ഒക്കെ ആയിട്ട് പക്ഷം ചേരുന്ന ഒരു പക്ഷം എന്നും കണ്ടാൽ മതി. നമ്മളല്ലാതെ ബ്രാൻഡ് ചെയ്യേണ്ടതില്ല. ആ ഒരു അർത്ഥത്തിൽ കടുത്ത യാഥാസ്ഥിതിക പക്ഷങ്ങൾ ഈ പറയുന്ന എല്ലായിടത്തും അധികാരത്തിലിരിക്കുന്നതിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് കേരളത്തിൽ, നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇലക്ഷൻ നടക്കുന്നത്. കൊച്ചു കേരളം എന്ന് പറഞ്ഞാൽ പോലും അതിനുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിലെത്തിയ ഒരു സംസ്ഥാനവും കൂടിയാണ്. ഈ സാഹചര്യത്തിൽ ഈ വിശാലമായൊരു കാഴ്ചപ്പാടിൽ നമ്മുടെ കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നോക്കിക്കാണാൻ അതിൻ്റെ ഒരു പ്രസക്തി എന്തായിരിക്കും? ഈ യുദ്ധത്തിൻ്റെ സാഹചര്യം തന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പം അത്ഭുതങ്ങളൊന്നും സംഭവിച്ച് ഉടനെ അവിടെ ഒരു സീസ് ഫയർ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സംഭരിച്ചു വെച്ചിരിക്കുന്ന ആയുധങ്ങൾ അതിൻ്റെ ചിലവാക്കലാണല്ലോ ഓരോ യുദ്ധവും എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ തന്നെ ഒരു ഫ്രെയിം തീരുമാനിച്ചിട്ടുണ്ട് എത്രമാത്രം ആയുധങ്ങൾ. കാരണം ഇതിൻ്റെ എല്ലാം കമ്മീഷൻ കൈപ്പറ്റിയിട്ടുള്ളതാണ്. അപ്പം ഇത് പൊട്ടാതിരുന്നാൽ കാര്യമില്ല. കാരണം ഇത് പൊട്ടുന്നതാണോ എന്നറിയാനുള്ള ഒരു ഇടമെന്ന് പറയുന്നത് വാറാണ്. അപ്പം അങ്ങനെ ഒരു യുദ്ധ സാഹചര്യത്തിലാണ് നമ്മുടെ ഈ ബാലറ്റിലൂടെയുള്ള ബാറ്റിലും, അതും യുദ്ധമാണ്. ഇവിടെ അങ്ങ് പറഞ്ഞ ആ ഒരു പഴയകാല സാഹചര്യം, ഇപ്പം നെഹ്റുവിൻ്റെ കാലത്താണെങ്കിലും അല്ലെ ഇന്ദിരാഗാന്ധിയുടെ കാലത്താണെങ്കിലും ഒക്കെ ഇന്ത്യയെ ശ്രദ്ധിക്കുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു ലോക സമാധാനത്തിൻ്റെ ഭാഗമായിട്ട്. ഇന്നിപ്പോൾ ഇറാൻ്റെ, അതായത് ഇന്ത്യൻ സമുദ്രാതിർത്തിയിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് അല്ലെ ഇന്ത്യയുടെ അതിഥിയായിട്ട് വന്ന ആ കപ്പൽപ്പടയുടെ ഒരു ഭാഗമായ ഒരു കപ്പൽ മുക്കിയിട്ട് ടോർപിഡോ വെച്ച് തകർത്തതിന് ശേഷം അതിനെ അപലപിക്കാനോ അല്ലെങ്കിൽ ആ കപ്പലിലുണ്ടായിരുന്ന ഏതാണ്ട് 87ഓളം സോൾജിയേഴ്സ് അവരുടെ ജീവൻ ഒലിഞ്ഞു. അതൊന്ന് ദുഃഖം രേഖപ്പെടുത്താനോ നമ്മുടെ ഭരണനേതൃത്വം തയ്യാറാകുന്നത് എത്രയോ ദിവസങ്ങൾക്ക് ശേഷമാണ്. ഇത് കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യമാണ്. ഇത് ഒരു രാഷ്ട്രീയ മര്യാദ എന്ന് പറയുന്നതുണ്ട്. ആ മര്യാദ പോലും പലപ്പോഴും അപ്പം അവിടെയൊക്കെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലായിടത്തു നിന്ന് നെഹ്റുവിൻ്റെ പേര് മായ്ക്കുന്നു അല്ലെ റീനെയിം ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന ഒരു സംഭവങ്ങൾ ഇങ്ങനെ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിലാണ് ഈ യുദ്ധവും നടക്കുന്നത്. അപ്പം ഇത് സ്വാഭാവികമാണ്. ഈ ഘട്ടത്തിലാണ് നമ്മുടെ ഈ ഇലക്ഷൻ വരുന്നത്. അവിടെ സങ്കടകരമായൊരവസ്ഥ, ഇലക്ഷന് വേണ്ടി വോട്ട് ചെയ്യാനായിട്ട് സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം മുടക്കി വിമാനത്തിൽ കയറി വരാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്ന ഒരു സമൂഹമുണ്ട് നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ. അവർക്ക് വിമാനത്തെ കയറാൻ ഈ സ്വന്തം അധ്വാനത്തിൻ്റെ ഭാഗമായി മാറ്റിവെച്ച പണം ഉണ്ടെങ്കിൽ വിമാനമില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പം അവിടെയാണ് കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന ഈ ജനാധിപത്യ മര്യാദ എക്സസൈസ് ചെയ്യാൻ ഈ യുദ്ധം കാരണം നടക്കാതെ പോവുക എന്ന് പറയുന്ന വലിയൊരു പരിതാപകരമായ ഒരു അവസ്ഥ കൂടിയുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും യുദ്ധം നമ്മുടെ ഈ 2 ബാറ്റിൽ പറഞ്ഞു കഴിഞ്ഞു. അപ്പം നമുക്ക് പ്രാർത്ഥിക്കാം ഈ യുദ്ധം ഒന്ന് എത്രയും പെട്ടെന്ന് സീസ് ഫയർ വരട്ടെ. വരാനുള്ള സാഹചര്യം ഞാൻ കാണുന്നില്ലെന്ന് പറഞ്ഞെങ്കിലും അത് വരാൻ ആഗ്രഹിക്കുന്നു ആത്മാർത്ഥമായിട്ട്. കാരണം നമ്മുടെ ഈ 5 വർഷത്തിലൊരിക്കൽ കിട്ടുന്ന ഈ ഫ്രാഞ്ചൈസ് നമുക്ക് രേഖപ്പെടുത്താൻ നമ്മളെക്കാളും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈ നമ്മളിവിടെ ഈ ഇതിൽ മുഴുകി കിടക്കുന്നതുകൊണ്ട് അത്ര അറിയില്ല. പക്ഷേ അവിടെയുള്ളവർ ഈ ഇലക്ഷനിലൊക്കെ അവർക്കൊരു ഉത്സവമാണ്, ജനാധിപത്യത്തിൻ്റെ ഉത്സവം എന്ന് പറയുന്നത്. അതിന് ആ വോട്ടെടുപ്പിൻ്റെ ഇനിയും സമയമുണ്ട്. ഏപ്രിൽ അവസാനം അല്ലേ മെയ് ആദ്യം. അപ്പോഴേക്കും ഈ യുദ്ധം എന്ത് കാരണത്താലായാലും ഇനി അതല്ലെങ്കിൽ പോലും യുദ്ധം നീളാതിരിക്കട്ടെ എന്നാഗ്രഹിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഈ ജനാധിപത്യത്തിൻ്റെ ഒരു വലിയ ആരോഗ്യകരമായ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഇലക്ഷൻ. അപ്പോൾ അതിലേക്ക് അവരുടെ മനോഗതം രേഖപ്പെടുത്താൻ ഉള്ള സാഹചര്യം ഉണ്ടാവട്ടെ. വിമാനങ്ങൾ പറക്കട്ടെ, നമ്മുടെ അല്ല മിസൈലല്ല പറക്കേണ്ടത്. അങ്ങനെ ആഗ്രഹിക്കുന്നു. ഈ അന്താരാഷ്ട്ര സാഹചര്യങ്ങൾ നമ്മളുടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളിൽ പലപ്പോഴും പ്രതിഫലിച്ചിട്ടുണ്ട്. EMSനെ പോലുള്ള വലിയ നേതാക്കളുണ്ടായിരുന്ന കാലത്ത് അതിനെ സമർത്ഥമായി ഉപയോഗിച്ചിട്ടുമുണ്ട്. ഈ ഒരു നിലവിലുള്ള ഒരു അന്താരാഷ്ട്ര സ്ഥിതിവിശേഷത്തിൻ്റെ ഒരു പൊട്ടിത്തെറിയാണ് ഈ യുദ്ധം എന്ന്, പശ്ചിമേഷ്യയിലെ യുദ്ധം എന്ന് പറയാം. ഇത് നമ്മുടെ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നാണ് കരുതുന്നത്?
തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ പ്രതിഫലനം ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ യുദ്ധം കൂടുതൽ നീണ്ടാൽ അത് നന്നായിട്ട് അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവും. ആ പ്രതിഫലനം ഏതെങ്കിലും ഒരു മുന്നണിക്ക് അവകാശപ്പെടാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം അത് BJPക്ക് അനുകൂലമാകുകയല്ല ഒരിക്കലും. ഈ ഇടത് മുന്നണിക്കോ വലത് മുന്നണിക്കോ അത് ഇനി കുറച്ചുകൂടെ നീണ്ടാലേ അതിൻ്റെ കൃത്യമായി നമുക്കൊരു കണക്ക് എടുക്കാൻ പറ്റുള്ളൂ. BJPക്കായാലും ഒരിക്കലും ഈ യുദ്ധം അനുകൂലമായൊരു സാഹചര്യം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ പറഞ്ഞു, ലോകമെമ്പാടും ഈ വലതുപക്ഷത്തിൻ്റെ ഒരു സ്വാധീനം കൂടി വരുന്നൊരു കാലഘട്ടം. ഇവിടെ ഇടതുപക്ഷ മുന്നണി ഇവിടെ മത്സരിക്കും. ഒരു ഇടതുപക്ഷത്തിൻ്റെ പൊൻതരി എന്നൊക്കെയാണ് നമ്മൾ അതിനെ വിശേഷിപ്പിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയെ മൊത്തത്തിലെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, തരി ആണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇലക്ഷൻ നടക്കുന്നത്. പക്ഷേ ഈ നിലവിൽ CPIM എന്ന പാർട്ടിയെക്കുറിച്ച് പർട്ടിക്കുലറായിട്ടും ഇടതുപക്ഷ മുന്നണിയെക്കുറിച്ച് പൊതുവേയും പറയപ്പെടുന്ന ഒരു ആക്ഷേപം ഇടതുപക്ഷ മൂല്യങ്ങൾ കൈയൊഴിഞ്ഞു എന്നതാണ്. അത് പ്രധാനമായും അത് കാഴ്ചപ്പാടിൻ്റെ ഒരു പ്രശ്നമായിട്ടാണ് തോന്നുന്നത്. കാഴ്ചപ്പാടിൽ ഈ നേരത്തെ പറഞ്ഞ ഇടതുപക്ഷം എന്ന് പറയുന്നത് ദരിദ്രരും പിന്നെ ദുർബലരുമായിട്ടുള്ള പക്ഷം ചേരലാണ് ഒരു ഇടതുപക്ഷ എന്നുള്ള ഒരു ബ്രോഡ് ആയിട്ടുള്ള വിശാലമായൊരു കാഴ്ചപ്പാട് എടുത്തു കഴിഞ്ഞാൽ അത് കൈയൊഴിയപ്പെട്ടു എന്ന ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. അത് കുറച്ചു കാലമായി നേരിടുന്ന ഒരു ആക്ഷേപമാണ്. ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? നമുക്കിപ്പോൾ ഇടതുപക്ഷത്തിനെ മാത്രമായിട്ട് ഈ ഒരു ചെറിയ തട്ടകത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ആദർശത്തിൻ്റെ അപ്പോസ്തലന്മാർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇടതുപക്ഷമായിരുന്നു. പാലോറ മാതായുടെ പശുക്കിടാവിൻ്റെ അത് നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ പാലോറ മാതാവിൻ്റെ പശുക്കിടാവിൻ്റെ സംഭവം പറഞ്ഞാൽ അതത്ര ഏക്കത്തില്ല. കാരണം വെച്ചാൽ നമ്മുടെ എല്ലാം കയ്യിലിരിക്കുന്ന ഈ സ്മാർട്ട് ഫോൺ, ഇതിൽ ലോകമാണ് കാണുന്നത്. ലോകത്ത് എവിടെയും നടക്കുന്ന സംഗതികളെ നമുക്ക് ഈ വിരൽത്തുമ്പിൽ അറിയാൻ പറ്റും. അപ്പം അവിടെയെല്ലാം നമ്മൾ ചിന്തിക്കുന്നത് ലോകം വല്ലാതെ അങ്ങ് വളരുകയാണ്. വളരുമ്പം ഈ സ്വാർത്ഥതയും അതെല്ലാം പരസ്പര പൂരകമാണ്. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഏത് പാർട്ടിയിലും ഉണ്ടാവും. പ്രത്യേകിച്ച് പാർട്ടി കൂടുതൽ ജനസാമാന്യങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ മുതലാളിത്തത്തെയൊക്കെ പുണരേണ്ടി വരും. നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അവിടെയും ഒരു പരിധിക്കപ്പുറത്തോട്ട് ഇവർ പോകുന്നില്ലെങ്കിൽ അത് നല്ല കാര്യം എന്ന് കാണാനേ നമുക്ക് കഴിയുള്ളൂ. ഈ ഇടതുപക്ഷ മൂല്യങ്ങൾ കൈയൊഴിയുന്നു എന്ന ഒരു പ്രധാന ആരോപണം മുതലാളിത്ത വികസന കാഴ്ചപ്പാട് സ്വീകരിക്കുന്നു എന്നതാണ്. വലിയ പ്രോജക്റ്റുകൾ, വമ്പൻ മൂലധനമുള്ള, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മൂലധനത്തെ അംഗീകരിക്കുന്നു എന്നതാണ്. എല്ലാം മൂലധനവൽക്കരിക്കപ്പെടുന്നു എന്നതാണ്. അത് ഈ പറഞ്ഞതുപോലെ തന്നെ ലോക യാഥാർത്ഥ്യം എന്നുള്ള നിലയിൽ അതിനെ ഒട്ടൊക്കെ അംഗീകരിച്ചേ മതിയാകൂ എന്ന്, പ്രത്യേകിച്ച് ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ അതിനെ നയിക്കുന്ന പാർട്ടിക്ക്, മുന്നണിക്ക് അത് കുറേയൊക്കെ വിട്ടുവീഴ്ച ചെയ്തേ മതിയാകൂ. അതേസമയം സാമൂഹിക നീതി എന്ന് പറയുന്ന ഒരു പ്രാഥമികമായ ഒരു ഘടകമുണ്ട്. അത് ഈ പറയുന്ന ദരിദ്രരോടും ദുർബലരോടുമുള്ള ഒരു പക്ഷപാതം എന്ന് തന്നെ പറയാവുന്ന ഒരിത്. അത് കൈയൊഴിഞ്ഞോ എന്നതാണ് ഒരു ചോദ്യം. അത് കൈയൊഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ ഗാന്ധിജിയെക്കുറിച്ച് പറയും. ഒരിക്കൽ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ അങ്ങ് വിഭാവന ചെയ്തെന്ന ജനാധിപത്യം, അദ്ദേഹം ഒറ്റ വാക്കിൽ പറഞ്ഞത്, നമ്മളൊരു ഒരു ഭരണാധികാരി തീരുമാനം എടുക്കുമ്പോൾ പതിതരിൽ പതിതരായ ഒരു മനുഷ്യൻ്റെ മുഖം ഒന്ന് ഓർത്താൽ മതി. അപ്പം അങ്ങനെ ചിന്തിച്ചാൽ പിണറായി ഒരു പരിധിവരെ ഗാന്ധിയൻ തോട്ടിൻ്റെ ആ രീതിയിൽ അത് കാണുന്നുള്ളൂ. അപ്പം അല്ലെങ്കിൽ കിറ്റ് കൊടുക്കുമോ? അതുപോലെ ഓരോ പെൻഷൻ. അപ്പം അവരുടെ ഉള്ളിൽ ഈ പറയുന്ന ഒരു എല്ലാ വലത് പക്ഷക്കാരൻ്റെ ഉള്ളിൽ ഒരു ഇടതുപക്ഷക്കാരനുണ്ടെന്നും എല്ലാ ഇടതുപക്ഷക്കാരൻ്റെ ഉള്ളിൽ ഒരു വലതുപക്ഷക്കാരനുണ്ട് എന്ന് പറയുന്നത് പോലെയാണ്. ഇവരുടെ എല്ലാ ഉള്ളിലും ഒരു ഗാന്ധിയുണ്ട്. ഞാൻ അങ്ങനെയാണ് അതിനെ കാണുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സാമൂഹിക നീതിയിലൂന്നിയ ഒരു ഭരണ സംവിധാനത്തെക്കുറിച്ചാണ്. അപ്പോൾ അങ്ങ് പറയുകയുണ്ടായി, ഈ
പറയുന്ന സാമൂഹിക നീതിയിലേക്ക് ഉള്ള ചുവടുവെപ്പ് എന്നുള്ള നിലയിൽ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ, അത് സാമൂഹിക ക്ഷേമ പെൻഷനാണെങ്കിലും ഇപ്പോൾ നമ്മളുടെ അതിദാരിദ്ര്യമുക്ത കേരള ആ പ്രവർത്തനങ്ങളാണെങ്കിലും ഇതൊക്കെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്, അത് അംഗീകരിക്കാം. അതേസമയം സാമൂഹിക നീതി എന്നുള്ള കുറേ കൂടി വിശാലമായ ഒരു കാഴ്ചപ്പാടിൽ ഈ സമൂഹത്തിൽ അന്തസ്സോടുകൂടി ഏവർക്കും ജീവിക്കാൻ ഉതകുന്ന ഒരു സംവിധാനത്തിലേക്ക് അവരെ കൈപിടിച്ചുയർത്താൻ തക്ക നടപടികൾ എടുക്കുന്ന ഒരു ഗവൺമെൻറ് ആവണ്ടേ ഈ സാമൂഹിക നീതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇടതുപക്ഷം എന്ന് പറയപ്പെടുമ്പോഴും ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടാവും. മുൻപുള്ള പല ഗവൺമെൻറ്റുകളുടെ ഭാഗത്തു നിന്നും അതുണ്ടായതായിട്ട് കാണുന്നുണ്ട്. ഇടതുപക്ഷ ഗവൺമെൻറ് ആണെങ്കിലും വലതുപക്ഷ ഗവൺമെൻറ് ആണെങ്കിലും ഞാനീ പറയുന്നത് ഈ നവ ഉദാരീവൽക്കരണം എന്ന് പറയുന്ന ഒരു സംഭവം ലോക സാമ്പത്തിക ക്രമത്തിലുണ്ടായതോടുകൂടി കാഴ്ചപ്പാടുകളിൽ ഒരുപാട് മാറ്റമുണ്ടായി. അത് ദരിദ്രരെയും ദുർബലരെയും സൈഡിലേക്ക് തള്ളപ്പെടുകയും മെയിൻ സ്ട്രീമിൽ ഈ പറയുന്ന പ്രിവിലേജ്ഡ് ക്ലാസ്സിന് മാത്രം ഉള്ള ഒരു ഇതായി മാറുകയും ചെയ്തു. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് ഈ കഴിഞ്ഞ 2 തവണയായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന LDF ഗവൺമെൻറ്റിന് ഉണ്ടായിരുന്നതായിട്ട് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും നിസ്സംശയം പറയാം. അത് ഈ ഒരു LDF ഗവൺമെൻറ്റിൻ്റെ പറയുന്ന ഇത് ഞാൻ ആദ്യം നമ്മൾ സംസാരിച്ച പോലെ ഒരു പെട്ടെന്ന് 2016 മുതൽ 2021 വരെ, അത് കഴിഞ്ഞ് 2021 മുതൽ 2026 അങ്ങനെ പൊട്ടിമുളച്ചൊരു സംസ്കാരമല്ല. ഇതൊരു തുടർച്ച. അതിനെ ഓരോ കാലത്ത് വരുന്ന സർക്കാരുകൾ, അത് ഇടതായിക്കോട്ടെ വലതായിക്കോട്ടെ, ഒരു നല്ല ശതമാനത്തോളം ഈ സാമൂഹിക നീതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംരക്ഷണത്തിൻ്റെ ഒരു കവചം അവരുണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് ഈ പറയുന്ന 10 വർഷമായിട്ട് നിലവിലുണ്ടായിരുന്ന ഇടതുപക്ഷം അത് കുറച്ചുകൂടി കൂടുതൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടാവാം. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഞാനൊക്കെ ചെറിയ കുട്ടി ആയിരുന്ന സമയത്ത് വീട്ടിൽ ജോലിക്ക് വരുന്ന ദളിത് വിഭാഗത്തിൽപ്പെട്ട പ്രായത്തിൽ കൂടിയ ആൾക്കാരെ പേരാണ് വിളിച്ചിരുന്നത്. അത് നമുക്കറിയില്ല, അവർ നമ്മുടെ എത്രയോ മുതിർന്നവരാണ്, അവരെ പേര് വിളിക്കരുത്. അത് അന്നത്തെ ഒരു കൺസെപ്റ്റ് എങ്ങനെയാണ്, നമ്മൾ സവർണനാണെങ്കിൽ, ഇപ്പോൾ നമ്മളേതെങ്കിലും ഒരു ജാതിക്കാരൻ ആ ജാതിയുടെ മുകളിലുള്ള ആണെങ്കിൽ മാത്രം അവരെ ചേട്ടാന്നോ അല്ലെ ആ ഒരു റെസ്പെക്റ്റോടു കൂടി വിളിക്കുന്നു. ഇവരെ പേര് വിളിക്കും. ഇന്നിപ്പം കേരളത്തിൽ ആരെങ്കിലും അങ്ങനെ പേര് വിളിക്കുമോ? ഇപ്പോഴത്തെ കുട്ടികൾ ശ്രദ്ധിച്ചാൽ മതി, അവർക്ക് പറഞ്ഞു കൊടുക്കണ്ട ചേട്ടാ അല്ലേ അങ്കിൾ, അങ്ങനെയായിരിക്കും സംബോധന ചെയ്യുന്നത്. ഇത് ചെറിയ മാറ്റമല്ല. ഇത് ഈ പറയുന്ന ഓരോ കാലത്തും മാറി വന്ന സർക്കാരുകളും അതിനെ നയിച്ചവരും അല്ലെ നമ്മുടെ ചിന്തകരും വിചക്ഷണരും എല്ലാം കൂടെ ചേർന്ന കേരളത്തിൻ്റെ ഒരു പരിപ്രേക്ഷ്യത്തിൽ രൂപം കൊണ്ട ഒരു കൾച്ചറാണ്. ആ കൾച്ചറിനെ ഓരോ കാലത്തും പുറകോട്ടടിക്കാതെ കാത്തു സൂക്ഷിച്ചതിൻ്റെ ഒരു നിർണായക പങ്ക് ഇടതുപക്ഷത്തിനുണ്ട്. കാരണം കഴിഞ്ഞ 10 വർഷമായിട്ട് അവരുടെ അപ്പർ ഹാൻഡ് സുപ്രീമസി ഉണ്ടായിരുന്നുകൊണ്ട്. ഇത് നാളെ ആണെങ്കിലും നാളെ വേറൊരു സംവിധാനം ഇവിടെ വന്നാലും ഇത് തീർച്ചയായിട്ടും പുറകോട്ട് പോകരുത്, പോകാനുള്ള സാഹചര്യം കാണുന്നുമില്ല. അതാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഒരു അഭിമാനകരമായ ഒരു നേട്ടം, പല നേട്ടങ്ങളിലൊന്ന് ആയിട്ട് നമുക്ക് കാണാം. ഈ പറഞ്ഞത് ഒരു പുരോഗമനപരമായ അല്ലെങ്കിൽ മാനവികമായ ഒരു സാംസ്കാരിക അവബോധം കേരള സമൂഹത്തിലുണ്ട്. അതായത് നമ്മൾ എല്ലാവരും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരും ബഹുമാനം അർഹിക്കുന്നു, എല്ലാവരും ഒന്ന് തന്നെ എന്നുള്ള ആ ആശയത്തിന് ഒരു വേരോട്ടം കിട്ടിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇവിടെ ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് BJP NDAയും ശക്തി പ്രാപിക്കാൻ ശ്രമിക്കുന്നത്. അത് ഈ ഹിന്ദുത്വ രാഷ്ട്രീയം പുരോഗമനപരമാണ് എന്ന് പറയുന്നുണ്ട് എങ്കിൽ പോലും അവരുടെ പല കാഴ്ചപ്പാടുകളിലും ഈ പിന്നോട്ടടിക്കുന്ന ഒരു റിവൈവലിസത്തിൻ്റെ അംശം കാണുന്നുണ്ട്. ഇതിനെയൊക്കെ പിന്നോട്ടടിക്കുന്ന ജാതി ചിന്തയാണെങ്കിലും മതചിന്തയിലാണെങ്കിലും ഒക്കെ ഈ പറയുന്ന ഒരു പിന്നോട്ടടി കാണുന്നുണ്ട്. ഈ ഘടകം, ഈ NDA എന്ന് പറയുന്ന BJP നയിക്കുന്ന NDA ഈ തെരഞ്ഞെടുപ്പിൽ ഏത് രീതിയിലായിരിക്കും അവരുടെ സ്വാധീനം പ്രതിഫലിക്കുക എന്നാണ് കരുതുന്നത്? NDA കഴിഞ്ഞ
തുടർച്ചയായിട്ട് വന്ന ഇലക്ഷനുകളിൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ അല്ലെ അവർക്ക് കേരള ജനത നൽകിയ ആ ഒരു മാൻഡേറ്റ് അതിന് വലിയ തരത്തിലുള്ള മാറ്റമൊന്നും ഉണ്ടാകാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. ചെറിയ പോക്കറ്റുകളിൽ ഇപ്പോൾ 20% എന്നുള്ളത് 25 അല്ലെങ്കിൽ 30% വരെയൊക്കെ ചിലപ്പോൾ ആയെന്ന് വരാം. ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷനാണ് ഏറ്റവും അവസാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഉള്ള ഇലക്ഷൻ. ആ ഇലക്ഷനെ നമുക്കറിയാം, നമ്മൾ അവിടെ വ്യക്തികളെ നോക്കിയാണ് വോട്ട് ചെയ്യുന്നത്. പലപ്പോഴും രാഷ്ട്രീയം എന്ന് പറയുന്നത് രണ്ടാമതാണ് വരുന്നത്. നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ പയ്യൻ നിൽക്കുന്നു സ്ഥാനാർത്ഥി, അവന് പാർട്ടി ഏതാണെന്ന് നമ്മൾ നോക്കുന്നില്ല. അവൻ നമ്മളുമായിട്ടുള്ള ഒരു ബന്ധം, ഒരു ഊഷ്മളത, അത് നമ്മുടെ സമ്മതിദാനത്തെ ഒരു പരിധിവരെ സ്വാധീനിക്കും. പക്ഷേ നമ്മുടെ സ്റ്റേറ്റ് ആര് ഭരിക്കണം എന്നുള്ള ചിന്ത വരുന്നത് ആ രീതിയിലല്ല. അതിൻ്റെ ഇക്വേഷൻ മറ്റൊന്ന്. അപ്പോൾ അങ്ങനെ വരുന്നിടത്ത് ഇതുവരെ വന്ന നമ്മുടെ കേരളത്തിൽ നിലനിന്ന ആ ഒരു ഫോമുലയ്ക്കോ ഇക്വേഷനോ വലിയ മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ കാണുന്നില്ല.